പോവുകയാണ്. ശ്രീ ജയേന്ദ്രൻ, പ്രമോദ് കോട്ടൂളിയെ എന്തിന് പുറത്താക്കി എന്ന് താങ്കൾക്ക് മനസ്സിലായോ? തീർച്ചയായിട്ടും മനസ്സിലായി സ്മൃതി, മനസ്സിലായിട്ടുണ്ട്. എന്താണെന്നൊന്ന് പറയാമോ? പാർട്ടിയുടെ തീർച്ചയായിട്ടും പറയാം. പാർട്ടി ഇറക്കിയ പത്രക്കുറിപ്പിൽ തന്നെ കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നില്ലെങ്കിലും കാരണം പറയുന്നുണ്ട്. പാർട്ടിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തി അച്ചടക്കം ലംഘിച്ചു. ഈ കാരണങ്ങളാണ് CPIM ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പായി പ്രസിദ്ധീകരണത്തിന് നൽകിയത്. അതിനപ്പുറത്തേക്ക് CPM സ്വന്തം ഘടകങ്ങളിലാണ് ജനറൽ ബോഡികളൊക്കെ വിളിച്ചു കൂട്ടി പറയുക. അതാണ് CPMൻ്റെ രീതി. അതാണ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം എന്താണ് പ്രശ്നം, അത് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ തന്നെ വിശദീകരിച്ചല്ലോ. PSC അംഗത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല. തീർച്ചയായിട്ടുമല്ല. PSC അംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല, അംഗത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല. പക്ഷെ എന്നാൽ പാർട്ടിയുടെ സൽപ്പേരിനും അച്ചടക്കത്തിനും വിരുദ്ധമായത് എന്ന് വിശദീകരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അറിവാണല്ലോ, എൻ്റെ ബോധ്യങ്ങളാണല്ലോ ഞാൻ പറയേണ്ടത്. അത് ഈ പ്രമോദ് കൂടെ ഉൾപ്പെട്ട, പ്രമോദ് കൂടെ എന്നല്ല, പ്രധാനമായും പ്രമോദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ജോലിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ജോലി നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് ഒരു വനിതാ ഡോക്ടറുടെ ഭർത്താവിൻ്റെ നിന്ന് പണം കൈപ്പറ്റി. അതിന് 60 ലക്ഷം രൂപയാണ് തുകയായി പറഞ്ഞത്. 22 ലക്ഷം രൂപ കൈപ്പറ്റി, 20 ലക്ഷം രൂപ മറ്റാർക്കോ കൊടുക്കണം, 2 ലക്ഷം രൂപ ഈ സംഘത്തിൻ്റെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരുടെ യാത്രാ ചെലവിനും മറ്റുമായിട്ടാണ് എന്ന് പറഞ്ഞാണ് വാങ്ങിയത്. അപ്പോൾ എന്താണ് പോസ്റ്റ്? ആ പോസ്റ്റ് ആയുഷ് മിഷൻ്റെ ജില്ലാ കോർഡിനേറ്ററായിട്ട് നിയമനം തരപ്പെടുത്തി കൊടുക്കാം എന്നതായിരുന്നു വാഗ്ദാനം. അപ്പോൾ ഈ പറയുന്ന വനിതാ ഹോമിയോ ഡോക്ടർ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അത് കിട്ടിയില്ല, റിസർവേഷനിൽ പെട്ട് അവർക്ക് അത് കിട്ടിയില്ല. അടുത്ത ലിസ്റ്റിൽ അവർ നിയമാനുസൃതമായി വന്നു. പക്ഷേ എങ്കിലും അവർക്കൊരു ഹോമിയോ ഡോക്ടറായിട്ടിരിക്കാനല്ല താല്പര്യം, ആയുഷ് മിഷൻ്റെ പ്രധാനപ്പെട്ട ചുമതല തന്നെ വേണം എന്നുള്ള ആ ഒരു താല്പര്യം മുൻനിർത്തിയാണ് ഈ ചൂണ്ടയിട്ടത്. ഈ ചൂണ്ടയിടുമ്പോൾ പ്രമോദ് കോട്ടൂളി, KV പ്രമോദ് മാത്രമല്ല ഉള്ളത്, അതിൽ ഒരു സഹായിയുണ്ട്. ആ സഹായിയുടെ പങ്ക് വേറെയും ഉണ്ട് കേട്ടോ. ഈ കേസിൽ വേറെയും ഉണ്ട്. ആ സഹായി ഇടപെട്ടതിൻ്റെ പങ്ക് വേറെയും ഉണ്ട്. അയാൾക്ക് BJP ബന്ധമുള്ള ആളുമാണ്. ആ BJP ബന്ധമുള്ള ആളുമായി ചേർന്നിട്ടാണ് ഈ പറഞ്ഞ പ്രമോദ് എന്ന് പറഞ്ഞ വ്യക്തി ഈ 22 ലക്ഷം രൂപ വാങ്ങുന്നത്. അപ്പോൾ വാങ്ങിയത് പ്രമോദല്ല, ഈ പറഞ്ഞ BJP നേതാവാണ്, പ്രദേശത്തെ BJP നേതാവാണ് വാങ്ങിയത്. അപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ പ്രമോദ് പണം കൈപ്പറ്റിയിട്ടില്ല, ശരിയാണ്. പക്ഷേ പ്രമോദിന് വേണ്ടിയിട്ടാണ് ഇയാൾ വാങ്ങിച്ചിട്ടുള്ളത് പണം. പക്ഷെ ആ പണം ഇങ്ങനെ ഈ തരത്തിൽ BJP പ്രവർത്തകൻ ആ പണം തിരിച്ചു കൊടുത്തോ? അങ്ങനെയാണോ അത് പരിഹരിച്ചത്? എങ്ങനെയാ പരിഹരിച്ചത്? ഞാൻ പറയാം സ്മൃതി. എന്നിട്ട് ഇങ്ങനെ ഈ തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടുത്താണ് ഈ വനിതാ ഡോക്ടറുടെ ബന്ധു പറയുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാക്കാലുള്ള പരാതിയായി എത്തുന്നതും ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതും മറ്റ് പ്രധാനപ്പെട്ട ചില നേതാക്കളെ ഇതുമായി കൂട്ടിക്കെട്ടിയിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ അറിയുന്നതൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് പാർട്ടി ഇത് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ഏരിയ കമ്മിറ്റിയുടെ 2 ദിവസം മുമ്പുള്ള ഏരിയ കമ്മിറ്റി യോഗം കൂടി ഇയാളെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെടുന്നത്. ഏരിയ കമ്മിറ്റി അംഗമായതിനാൽ ജില്ലാ കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ജില്ലാ കമ്മിറ്റി ചേർന്നു, ഏകകണ്ഠമായി തീരുമാനമെടുത്ത് നടപടിയെടുത്ത് പുറത്താക്കി. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. താങ്കൾക്ക് കിട്ടിയ വിവരം അങ്ങനെ ആയിരിക്കാം ശ്രീ M ജയചന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ 3 ദിവസം മുമ്പ് ഈ P മോഹനൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു പരാതിയും ഇല്ല എന്നല്ലേ? അപ്പോൾ ഇല്ലാത്ത പരാതിയിൽ ആണ് 3 ദിവസത്തിന് ശേഷം അപ്പോഴും മാധ്യമങ്ങളോട് എന്തൊരു അസഹിഷ്ണുതയാണ്. കോലാഹലം എന്നുള്ള വാക്ക് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. മാധ്യമ കോലാഹലം എന്ന് ആവർത്തിക്കുന്നു. പാർട്ടി ഓഫീസിന് മുന്നിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കലേ എന്ന് പറയുന്നു. PSC വിഷയമല്ല എന്ന് പറയുന്നു. ഈ പുറത്താക്കുന്ന വിഷയത്തിലെങ്കിലും എന്തിനാണ് പുറത്താക്കി? താങ്കൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ് പാർട്ടി വാർത്താക്കുറിപ്പിൽ എഴുതാത്തത്? ജനങ്ങളോട് ഇത് തുറന്നു പറയാനുള്ള ബാധ്യത പാർട്ടിക്കില്ല, ഇത് ഞങ്ങളുടെ ഉൾപാർട്ടി പ്രശ്നം എന്നാണോ ഈ വിഷയത്തെ കാണുന്നത്? തീർച്ചയായിട്ടും അതെ. ഇത്തരം കാര്യങ്ങൾ സാധാരണഗതിയിൽ CPM എന്നല്ല, അച്ചടക്കമുള്ള ഏത് പാർട്ടിയിലും
പ്രത്യേകിച്ചും CPM ഒരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിക്ക് കേഡർ പാർട്ടിയുടേതായ ഘടനയും രീതിയും ഒക്കെ ഉണ്ട്. അവരത് വാർത്താക്കുറിപ്പ് വഴിയല്ല വിശദീകരിക്കുക, സ്വന്തം ഘടകങ്ങളിലേക്കാണ് വിശദീകരിക്കുക. അങ്ങനെയാണ് CPM ഇക്കാലം അത്രയും ചെയ്തു പോന്നിട്ടുള്ളത്. അത് മാധ്യമങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയണം, അതുകൊണ്ട് ഇക്കാര്യങ്ങൾ മുഴുവനാകെ തുറന്നു പറയണം എന്ന് പറഞ്ഞാൽ ഒരു കേഡർ പാർട്ടിയിൽ അത് കഴിയില്ല, അങ്ങനെ ചെയ്യാനും പറ്റില്ല. അത് സ്മൃതിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. ജോലി വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. അത് പോലീസ് സംവിധാനം വിജിലൻസിന് അന്വേഷണത്തിന് കൊടുക്കേണ്ട കേസാണത്. അതെങ്ങനെയാണ് പാർട്ടി പരിഹരിക്കുക, പാർട്ടിയുടെ ഘടനയ്ക്കകത്ത് പരിഹരിക്കുക? അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. വിജിലൻസ് വേണം, വേണമെങ്കിൽ ED CBI ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷെ അത്ര ഒരു പരാതി ഇല്ലല്ലോ. മോഹൻ മാസ്റ്റർ പറഞ്ഞത് ശരിയാണെന്നേ. രേഖാമൂലം ഒരു പരാതിയും ആരും എവിടെയും കൊടുത്തിട്ടില്ല. ശരി, എം സുവർണപ്രസാദ്, രേഖാപരമായി കിട്ടാത്ത ഒരു പരാതിയിൽ പ്രമോദിനെ പുറത്താക്കിയിരിക്കുന്നു. അതും 2 മാസം മുൻപ് കിട്ടിയ പരാതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തുവരുന്ന ഘട്ടത്തിൽ നടപടിയെടുത്തിരിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.